ആർ അരവിന്ദിലേക്കാണ്. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഇൽസി. അരവിന്ദ്, ഇന്ന് രാജ്യതലസ്ഥാനം വാർത്തകളുടെ കേന്ദ്രമാകുന്ന ഒരു ദിവസമാണ്. ഏതൊക്കെ വാർത്തകളിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം? ഇന്ന് നിർണായകമായ നിരവധി വാർത്തകളാണ് ഡൽഹിയിൽ നിന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യാപേക്ഷയിൽ നിന്ന് സുപ്രീം കോടതി ഒരു ഉത്തരവ് പറയുമെന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തും ഇന്നത്തെ ഈ ദിവസം വളരെയധികം നിർണായകമാണ്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഡൽഹിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ വരെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ ദിവസം ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്നത് പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ ഇടക്കാല ജാമ്യം നൽകുന്നതിനെ എതിർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ED ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പ്രധാനമായും ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സാധാരണ പൗരന് ലഭിക്കുന്ന അവകാശങ്ങൾ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിനുള്ളത്, അത് മാത്രമേ നൽകാവൂ എന്നായിരുന്നു ED പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് ഒരു മൗലിക അവകാശമോ അല്ലെങ്കിൽ ഭരണഘടനാപരമായ അവകാശമോ നിയമപരമായ അവകാശമോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകരുത്, ഇത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ED കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും EDയുടെ സത്യവാങ്മൂലത്തിനെതിരെ ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ ഒരു അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഡൽഹി മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെതിരായ കുറ്റപത്രം ഇന്ന് ED സമർപ്പിച്ചേക്കും. നേരത്തെ പല കുറ്റപത്രം കേസുമായി ബന്ധപ്പെട്ട് ED സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് ഉൾപ്പെടുന്ന ആദ്യ കുറ്റപത്രമായിരിക്കും ED ഇന്ന് സമർപ്പിക്കുക. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒന്നാണ്. ഇതിനോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റാണ് പ്രധാനമായും ആം ആദ്മി പാർട്ടി ഒരു പ്രചാരണ ആയുധമായി ഉപയോഗിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ കൂടി പ്രചാരണത്തിനെത്തിയാൽ അത് തങ്ങളുടെ സാധ്യത ഡൽഹിയിൽ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി കരുതുന്നത്. ഇതുകൂടാതെ തന്നെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് BRS നേതാവ് K. കവിത ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം K. കവിതയുടെ ജാമ്യാപേക്ഷ ഡൽഹി റോസ് അവന്യൂ കോടതി തള്ളിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നത്. ആ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ നിരവധി പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത്. പക്ഷേ ഈ പരാതിയിലൊന്നും ഇതുവരെ നടപടിയെടുക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നുണ്ട്. കൃത്യമായ നടപടി ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. നേരത്തെ ഈ പ്രധാനമന്ത്രി രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നോട്ടീസ് നൽകിയിരുന്നു. BJP ദേശീയ അധ്യക്ഷനാണ് നോട്ടീസ് നൽകിയത്. പക്ഷേ ഈ നോട്ടീസിൽ ഇതുവരെ BJP മറുപടി നൽകിയോ അല്ലെങ്കിൽ എന്ത് മറുപടിയാണ് നൽകിയെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. രാഹുൽ ഗാന്ധിക്കെതിരായുള്ള പരാതിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ ഇതിനോടകം തന്നെ മറുപടി നൽകി. പക്ഷേ ബാക്കി നേതാക്കൾ, നമുക്കറിയാം കോൺഗ്രസ് നേതാവായ രൺദീപ് സുർജേവാല അതുപോലെ തന്നെ BRS നേതാവ് ചന്ദ്രശേഖർ റാവു അടക്കമുള്ളവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ സ്വീകരിച്ചിരുന്നു. അവരെ 48 മണിക്കൂർ വിവിധ പരാമർശങ്ങൾക്ക് പേരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായൊരു ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ ആവശ്യപ്പെടും. ഇതുകൂടാതെ തന്നെ ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട ചില അവ്യക്തതകൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇത് മാറ്റിത്തരണമെന്നൊരു ആവശ്യം കൂടി ഇന്ന് നേതാക്കൾ ഉയർത്തും. പ്രധാനമായും പോളിംഗ് ശതമാനം ഇത്തരത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ദിവസങ്ങൾക്ക് ശേഷമാണ്. ആദ്യഘട്ടത്തിൽ ഏകദേശം 11 ദിവസങ്ങൾക്ക് ശേഷവും രണ്ടാം ഘട്ടത്തിൽ 4 ദിവസത്തിന് ശേഷം മാത്രമാണ് കണക്കുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ 2014 മുമ്പ് 24 മണിക്കൂറിനുള്ളിൽ ഈ പോളിംഗ് ശതമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു എന്ന വാദമാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത്. ഇതുകൂടാതെ തന്നെ ഈ പോളിംഗ് ദിവസം ഒരു 7 മണി 8 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അനൌദ്യോഗിക കണക്കുകൾ പുറത്തുവിടുന്നത്. ഒന്നാം ഘട്ടത്തിലാണെങ്കിൽ അത് ആദ്യം 8 മണിയോടുകൂടി 60% എന്നൊരു കണക്കായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. പക്ഷേ ഔദ്യോഗിക കണക്കുകൾ വന്നപ്പോൾ അതിലൊരു 5% വർധനവുണ്ടായി. ഈ വർധനവ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ ഉണ്ടാകുന്നു. കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ഉത്തരേന്ത്യയിൽ BJP വലിയ രീതിയിൽ ആശങ്കയിലാണെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ ഒഴിവാക്കണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ പൂർണ്ണമായും സുതാര്യമാക്കണമെന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ആവശ്യങ്ങളും അതുപോലെ തന്നെ മുൻപ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ നൽകിയ പരാതികൾ ഉൾപ്പെടെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ പരാമർശിക്കും. ജിൽസി.